ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സുപരിചിതനായിട്ടുള്ള ഒരു സംവിധായകൻ്റെ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വാനമ്പാടി, അതുപോലെ തന്നെ സ്വാന്തനം, അതുപോലെ തന്നെ ആകാശദൂത് എന്നീ സീരിയലുകളുടെ സംവിധായകനായിട്ടുള്ള ആദിത്യൻ എന്ന വ്യക്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. 2 വർഷം മുൻപ് ഹൃദയാഘാതത്തെ തുടർന്ന് പുള്ളി മരിക്കുകയാണ് ഉണ്ടായത്. ആ സംഭവമെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്താണ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള രോണു ചന്ദ്രൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുള്ളിക്കാരത്തിയുടെയും ജീവിതത്തിലുണ്ടായ കുറച്ചു പ്രശ്നങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂയിലൂടെ പുള്ളിക്കാരി രംഗത്ത് വന്നിരിക്കുന്നത്. സീരിയൽ ടുഡേ എന്ന് പറയുന്ന യൂട്യൂബ് സീരീസിലാണ് ഒരു ഒരു ഇൻ്റർവ്യൂ നൽകിയിരിക്കുന്നത്. യൂട്യൂബ് ചാനലിലാണ് ഒരു ഇൻ്റർവ്യൂ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പുള്ളിക്കാരി പറയുന്ന അവർ ആദ്യ കാലങ്ങളിൽ അവർ ഒളിച്ചോടി കല്യാണം കഴിച്ചവരാണ്, സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. അവരുടെ ആദ്യ സമയങ്ങളിലെല്ലാം അവർ നല്ല സ്നേഹമായിരുന്നു. പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകുന്ന ചെറിയ ചെറിയ പിണക്കങ്ങൾ അവർക്കിടയിലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം വലിയൊരു പ്രശ്നമുണ്ടായി. മൂന്നാമതൊരാൾ അവരുടെ ജീവിതത്തിലേക്ക് കയറി വന്നു എന്നാണ് പറയുന്നത്. മൂന്നാമതൊരാൾ ഒരു സ്ത്രീയാണോ എന്ന് ഇൻ്റർവ്യൂ എടുക്കുന്ന പുള്ളി ചോദിക്കുമ്പോൾ അതേ സ്ത്രീയാണ് എന്ന് പറയുന്നുണ്ട്. സ്ത്രീയുടെ പേര് സഹിതം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതാണിപ്പോൾ പ്രശ്നങ്ങളിലേക്ക് ഉടലെടുക്കുന്ന വിഷയം എന്ന് പറയാം. കാരണം ബിഗ് ബോസ് താരമാണ്, അതുപോലെ തന്നെ വാനമ്പാടി സീരിയലിലെ നായികയായി അഭിനയിച്ച സുചിത്ര നായർ. അപ്പോൾ എല്ലാവർക്കും സുചിത്ര നായറിനെ അറിയാവുന്ന, അപ്പോൾ സുചിത്ര നായർ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതും ഇവർക്കിടയിൽ പിണക്കങ്ങൾ ഉണ്ടായതും ഒരുമിച്ച് കിടക്കുന്നത് വരെ മാറിക്കിടക്കുന്ന ഒരവസ്ഥയിലേക്കും, അതുപോലെ തന്നെ ഒരുപാട് ദിവസങ്ങൾ പിണങ്ങി നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു എന്നാണ് പുള്ളിക്കാരി വെളിപ്പെടുത്തുന്നത്. അപ്പോൾ സുചിത്ര നായരുമായിട്ട് ഒരു അവിഹിത ബന്ധം എന്ന രീതിയിൽ പുള്ളിക്കാരി ആ ഇൻ്റർവ്യൂവിൽ എവിടെയും സൂചിപ്പിച്ച് പറയുന്നില്ല. മേ ബി അങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ അളവിൽ കൂടുതൽ എന്നായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും അവർ തമ്മിലുള്ള സൗഹൃദമായിരുന്നു. പുള്ളിക്കാരന് സൗഹൃദങ്ങളിൽ സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇവർക്ക് കിട്ടേണ്ട സാമ്പത്തികമെല്ലാം പുള്ളിക്കാരിക്ക് കൊടുക്കുകയായിരുന്നുവെന്നും ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വന്നു, സൗഹൃദത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തു, സാമ്പത്തികമായി ലക്ഷങ്ങൾ കാശുകൾ സുചിത്ര പിടിച്ചെടുത്തു, ഊറ്റി എന്നാണൊക്കെയാണ് ഇപ്പോൾ രംഗത്ത് വന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. കാരണം സുചിത്രനെ കുറ്റം പറഞ്ഞ് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ സൗഹൃദങ്ങൾക്ക് എപ്പോഴും ഒരു കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യം കൊടുത്ത് സൗഹൃദങ്ങൾക്ക് ഒരു ലിമിറ്റ് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പക്ഷേ സുചിത്ര ഇതുമായിട്ട് ഒരു പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. നമുക്ക് ഏതായാലും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള രോണു ചന്ദ്രൻ സുചിത്ര നായർക്കെതിരെ നടത്തുന്ന ആ ഒരു പ്രതികരണത്തിന്റെ ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾക്ക് ഏതായാലും ഒന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. അവർക്ക് എന്ത് നഷ്ടപ്പെടാനാ? ഒരിക്കലും എന്റെ ഭർത്താവ് മോശമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കുറച്ച് സൗഹൃദം കൂടി പോവും, സാമ്പത്തിക സഹായം, ഇന്നും ഒരു പേരുണ്ട്. ഇപ്പൊ തൽക്കാലം ഞാനത് വേണ്ട, സാമ്പത്തികം തന്നെ കൊണ്ടുപോയത്. ഈ സാമ്പത്തികം ഞാൻ അത് അറിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു. ഒന്നുമില്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ പൈസ കൊണ്ടുപോയതല്ലേ, ചോദിക്കാൻ ബാധ്യതയാണ്, കൊണ്ടുപോയതാണ്. എനിക്ക് ഫീസിന്റെ കാര്യം ഞാൻ ആർക്കും പോയിട്ട് എനിക്ക് വീട് വെച്ച് തന്നോ അത് ചോദിച്ചു തന്നോ ഒന്നുമല്ല ഞാൻ ചോദിച്ചത്. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കണം. ഈ കൊണ്ടുപോയ പൈസ എന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ പുള്ളിയുടെ ഒരു മാനസിക അവസ്ഥയും കാര്യങ്ങളും എല്ലാം മാറിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ആ സ്ത്രീയുടെ 2 വർഷം കഴിഞ്ഞ ആ സ്ത്രീ ഇപ്പോൾ രംഗത്ത് വരണമെങ്കിൽ എന്തെങ്കിലും അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും പുള്ളിക്കാരി തുറന്നു പറയുന്നില്ല. ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇന്റർവ്യൂ എടുക്കാൻ ഒരുപാട് യൂട്യൂബ് ചാനലിൽ നിന്ന് വിളിച്ചു. എനിക്ക് നല്ലതെന്ന് തോന്നിയ ഒരു യൂട്യൂബ് ചാനലിന് ഞാൻ ഇന്റർവ്യൂ കൊടുക്കാമെന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും ഈ രോണു ചന്ദ്രൻ വീഡിയോയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുമായും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനെതിരെ സുചിത്രയും പോസ്റ്റുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ലൈവായിട്ടുള്ള ഒരു പ്രതികരണം സുചിത്ര ഇതുവരെയും നടത്തിയിട്ടില്ല. പിന്നെ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ഇതിപ്പം അവിഹിത ബന്ധം എന്ന രീതിയിൽ സുചിത്ര അവിഹിത ബന്ധവുമായി ചെന്നതുകൊണ്ട് അവരുടെ ജീവിതം തകർന്നു എന്ന രീതിയിലാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രോണു ചന്ദ്രൻ ഒരു ഇന്റർവ്യൂവിൽ ഒരു സ്ഥലത്ത് പോലും ഇത് അവിഹിതം എന്ന രീതിയിൽ പറയുന്നില്ല, സൗഹൃദമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് സാമ്പത്തികമായി ഒരുപാട് സഹായങ്ങൾ നേരിട്ട തരത്തിലുള്ള ഒരു സൗഹൃദമായി പോയി എന്ന രീതിയിൽ സൂചിപ്പിക്കുന്നുള്ളൂ. നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ഇവർ വിശദീകരിച്ച് പറയുന്നുമില്ല. അപ്പം നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ സുചിത്ര എന്ന വ്യക്തിയെ കുറിച്ച് പക്ഷേ ആ വീഡിയോയുടെ താഴെ
വീഡിയോ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുടെ ആണെങ്കിലും വീഡിയോയുടെ താഴെ ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ ആഡ് ചെയ്തേക്കാം. ഒരുപാട് ആൾക്കാർ സുചിത്രയ്ക്കെതിരെ നെഗറ്റീവ് കമൻറ്റുമായിട്ട് സുചിത്ര പക്ക ഫ്രോഡാണ്, ബിഗ് ബോസിൽ വന്നപ്പോൾ തന്നെ സുചിത്രയുടെ സ്വഭാവം അറിയാലോ, പിന്നെ ചില വൾഗർ കമൻസും കാര്യങ്ങളും വരുന്നത് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് സുചിത്രനെ സൂചിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് സത്യം എന്താണെന്ന് നമുക്കറിയില്ല, തുടരെ നമുക്കറിയാൻ സാധിക്കുമായിരിക്കും. സുചിത്രയും രംഗത്ത് വന്നാൽ ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റുമായിട്ട് അതൊരു വമ്പൻ പ്രശ്നമായി മാറുക തന്നെ ചെയ്യുമെന്നറിയാം. ഇപ്പോൾ ഇത് കൊല്ലം സുധിയുടെ വിഷയം പോലെ തന്നെയാണ്. സുധി മരിച്ചുപോയി, സുധി ഇനി ജീവനോടെ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും നമുക്കറിയാമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതും. ആദിത്യൻ എന്ന വ്യക്തി മരിച്ചുപോയി, പുള്ളിക്കാരൻ ജീവനോടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുടെ വിമർശനവുമായിട്ട് വരുന്നുണ്ട്. ആ മരിക്കുന്ന സമയത്ത് പുള്ളിക്കാരി അനുഭവിച്ച ആ വിഷമ സാഹചര്യവും എല്ലാം വിശദീകരിച്ചുകൊണ്ട് പുള്ളിക്കാരി ആ ഭാഗവും കൂടെ നമുക്കൊന്ന് കേൾക്കാം. നോർമലി സ്വാഭാവികമായി വരുന്ന നെഞ്ചുവേദനയാ. ആ സമയത്ത് ഒരുമിച്ചായിരുന്നു നിങ്ങൾ? അന്നൊരു ചെറിയ പിണക്കത്തിൽ ഞാൻ അടുത്ത റൂമിൽ മാറിക്കിടന്നു പോയി. അയാൾക്ക് ആദ്യമായിട്ടാണ്. അതിന് ചേട്ടനെ വിളിച്ചു, ചേട്ടനില്ല ചൂടുവെള്ളം എടുത്ത് ചേരാന്ന് പറഞ്ഞു. അപ്പം വെള്ളം എടുക്കുന്ന സമയത്ത് മുറിയുന്ന ഒരു മൂന്ന് കൃഷ്ണ കൃഷ്ണ ഒരു വിളി മാത്രം ഞാൻ കേട്ടോളൂ. ഓടി വന്നു, പെട്ടെന്ന് കൃഷ്ണമണിയൊക്കെ മേളിലിരിക്കുക. ഞാൻ വിചാരിച്ചു BP എങ്ങാണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ ചേട്ടാ ഇരുന്നേക്ക്, എനിക്ക് പോക്കാൻ പറ്റുന്നില്ല. മോനപ്പോഴത്തേക്ക് ഉണർന്നു. മോനെ അച്ഛനെ പിടിക്ക്. അതുപോലെ തന്നെ പുള്ളിക്കാരി വീണ്ടും വീഡിയോയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് ഭീഷണിയുമായിട്ട് ഈ ഇൻ്റർവ്യൂ എടുത്ത ചാനലിനെതിരെയും പുള്ളിക്കാരിക്കും ഭീഷണിയുമായിട്ട് ആൾക്കാർ സുചിത്രയുടെ ഗുണ്ടകൾ വന്നു എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല. അങ്ങനെ ഒരു വധഭീഷണിയൊക്കെ ഉടനെ ഉണ്ടാകുമോ ഒന്നും നമുക്കറിയില്ല. അതുപോലെ തന്നെ സുചിത്രയ്ക്ക് ഒരുപാട് ഗുണ്ടകളും കാര്യങ്ങളും ഉള്ള വ്യക്തിയാണ് സുചിത്ര. നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ എന്തിന് പ്രതികരിച്ചു എന്ന് പോലെ. അതുപോലെ തന്നെ ഒരു സമയത്ത് ചിലങ്ക എന്ന വ്യക്തി ഒരു സംവിധായകനെ അടിച്ചു, മോശമായി പെരുമാറിയൊരു സംവിധായകനെ അടിച്ചു. അപ്പോൾ ആ സംവിധായകൻ ആരാണ്, ആ പുള്ളിയുടെ പേര് സഹിതം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പുള്ളിക്കാരി രംഗത്ത് വന്നിരിക്കുന്നത്. അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ഉടലെടുക്കുകയാണോ എന്നുള്ള രീതിയിൽ. പിന്നെ പുള്ളിക്കാരത്തെ പ്രതിപാദിക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ആയിരിക്കും, തനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഇവരൊക്കെ ആയിരിക്കും പ്രശ്നക്കാരെന്ന രീതിയിലായിരിക്കും ഇവരുടെ എല്ലാവരും പേര് സൂചിപ്പിച്ചുകൊണ്ടാണ് പുള്ളിക്കാരി ഇപ്പോൾ വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് കിളി പോയൊരവസ്ഥയാണ് അത് കാണുമ്പോൾ. എന്തൊക്കെയോ പുള്ളിക്കാരി ആവലാതിപ്പെട്ട് വെപ്രാളപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് പുള്ളിക്കാരിയുടെ സംസാരം. ഏതായാലും നമുക്ക് ആ വീഡിയോയുടെ ഭാഗങ്ങളൂടെ കണ്ടിട്ട് വരാം. ഇന്റർവ്യൂ വന്നു. അപ്പൊ ആ ഇന്റർവ്യൂല് എനിക്ക് ഓക്കെ എന്ന് തോന്നിയത് ചാനലിൽ ഞാൻ പോയി ഫസ്റ്റ്. അതാണ് ഞാൻ അത് 2 ദിവസം മുമ്പ് അത് അങ്ങനെ പോയി ഞാൻ ഇന്റർവ്യൂ കൊടുത്തു. ആ ഇന്റർവ്യൂ കൊടുത്തതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് ഭീഷണി, ആ ചാനലിനും ഭീഷണി, എനിക്കും ഭീഷണി എന്ന് കരുതി ആ ഭീഷണിയിലോണ് അയ്യോ കഷ്ടം, അയ്യോ വേണ്ടായിരുന്നു, പക്ഷെ പറ്റിപ്പോയി, ഇത് ഞാൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞതിനകത്ത് എനിക്ക് സത്യസന്ധമായ 100% അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അതിൽ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഒരു സങ്കടം എനിക്കുണ്ട്. കാരണം സങ്കടം മീൻസ് ഒരു ഭയം. എന്നെ കുഞ്ഞുങ്ങൾക്ക് അത് ഞാൻ ഈ ഇന്റർവ്യൂ പറഞ്ഞതുകൊണ്ട് എന്നെ കുഞ്ഞുങ്ങളെ അത് ബാധിക്കരുത് എന്നുള്ളത് എനിക്ക് മാത്രമല്ല, കുഞ്ഞുങ്ങൾ മാത്രമല്ല അച്ഛനമ്മ വയസ്സുകാരാണ്, അവർക്കും അത് എഫക്ട് ചെയ്യരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ അത് മാത്രം ചിന്ത. പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ പിൻവലിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ആ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ഞാനൊരു ഡയറക്ടറിന്റെ പേര് പറഞ്ഞു, ശ്രീജിത്ത് പല്ലേരി. പുള്ളിയോട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ആ വിഷയം, കാരണം ആ സുചിത്രയുടെ കേസ് വന്നപ്പോൾ അത് കണക്ട് ചെയ്ത പുള്ളിയുടെ പേര് അത് നിങ്ങൾ മനസ്സിലാക്കണം മിസ്റ്റർ TSG. എനിക്ക് നിങ്ങൾക്ക് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല, നമ്മൾ യാതൊരു ഇതില്ല. എന്റെ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ താങ്കൾ അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അറിയാത്തൊന്നുമല്ല. ഞാൻ മിണ്ടാതിരുന്നത് ഇതുവരെ. അതെ, ഞാൻ ക്ഷമാഫുള്ളായത് ഒരു കഴിവില്ലാത്തവളായതെന്നല്ല. എനിക്ക് ഞങ്ങൾ ഭാര്യയും ഭർത്താവും പ്രശ്നം വരും, താങ്കളോട് എന്റെ ഭർത്താവ് ഒന്നുമല്ലെന്ന് പറഞ്ഞിട്ട് താങ്കൾ അത് വെച്ച് അളന്നിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് രംഗത്ത് വന്നിട്ടില്ല. പുള്ളിക്കാരി പറയുന്നതെന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അതൊക്കെ കാലാകാലങ്ങളിൽ തന്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ടേയിരിക്കും. ലാസ്റ്റിലെ മഹാദേവ എന്ന് സൂചിപ്പിച്ചുകൊണ്ടൊരു പോസ്റ്റും അതുപോലെ തന്നെ കർമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പഴയതൊക്കെ ഓർക്കുന്ന ഒരു ദിവസം വരും, അപ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന സന്തോഷമൊന്നും ജീവിതത്തിൽ കണ്ടില്ല എന്ന് വരും എന്ന രീതിയിൽ സൂചിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റാണ് സുചിത്ര നായർ. ഈ 2 പോസ്റ്റുകളാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. തുടർന്ന് സുചിത്രയുടെ പ്രതികരണം എന്താണെന്ന് അറിയില്ല. ഏതായാലും നമുക്കിപ്പോൾ ഒന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ സുചിത്ര തെറ്റുകാരിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ഒരു ഇത് കിട്ടിയിട്ടില്ല. തുടർന്നുള്ള വീഡിയോസ് ഇതിനെക്കുറിച്ച് കാണും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.